എന്തായാലും തെരഞ്ഞെടുപ്പ് ഗോതയുടെ വാർത്തയിൽ നിന്ന് ഫുട്ബോൾ ഗോതയിലേക്കാണ്. നിരന്തര തോൽവിക്ക് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനെ പുറത്താക്കി. പുതിയ പരിശീലകനെ 48 മണിക്കൂറിനകം പ്രഖ്യാപിക്കും. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ലാൽ, എവേ മത്സരമായിക്കോട്ടെ ഹോം മത്സരമായിക്കോട്ടെ ഒറ്റ മത്സരത്തിൽ പോലും വിജയിക്കാൻ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. ആ തുടർ നിരാശയുടെ ഭാഗമായി തന്നെ കാണണമോ ഈ പുതിയ തീരുമാനത്തെ? തീർച്ചയായിട്ടും തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിലെ പരാജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കളിയിൽ മാത്രമാണ് സമനിലയിൽ ഉണ്ടായത്. ബാക്കി എല്ലാ കളികളിലും ദയനീയമായി എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന പഞ്ചാബുമായിട്ടുള്ള മത്സരത്തിൽ 3-1 ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയം. ഇത്തരം പരാജയം ഉണ്ടായതോടുകൂടി ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ സീസണിലെ കളിക്ക് മുമ്പുണ്ടായ വിവാദങ്ങളെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലേക്ക് മാറിയിരുന്നു. പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിന് തൊട്ട് പിന്നാലെ ഫീസ് മാച്ച് ഫീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, തുടർന്ന് കളിയിലേക്ക് കടക്കുമ്പോഴും കാര്യമായ ഒരു പോരാട്ടം നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് പലപ്പോഴും സാധിച്ചിരുന്നില്ല. ഇന്നലെ 3-1 ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയം നടന്നത്. ഇത്തരം തുടർച്ചയായ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡേവിസ് കറ്റാല എന്ന ഹെഡ് കോച്ചിനെ മാറ്റാം എന്ന തീരുമാനത്തിലേക്ക് മാനേജ്മെന്റ് എത്തിയത്. ഉടനെ തന്നെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുറത്താക്കുകയായിരുന്നു. പുതിയ കോച്ചിനെ താൽക്കാലികമായി ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ കളി പരാജയപ്പെട്ട ശേഷവും ചന്ദ്രശേഖർ റാവു എന്ന അസിസ്റ്റന്റ് കോച്ചാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയത്. അപ്പോഴും ഹെഡ് കോച്ചിനെ പൂർണ്ണമായി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിന്റെ തുടർ നീക്കങ്ങൾ അല്ലെങ്കിൽ തുടർ നടപടി എന്ന ഭാഗമായിട്ടാണ് ഹെഡ് കോച്ചിനെ മാറ്റുന്നു എന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.